തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്ത് ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലയിൽ 5 പഞ്ചായത്തുകൾ ബി.ജെ.പി. ഭരിക്കും. 20 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് വനിതകൾ. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30 പഞ്ചായത്തുകളിലാണ് ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ബി.ജെ.പിയുടെ ഒരു വലിയ മുന്നേറ്റം അത് വളരെ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. 30 പഞ്ചായത്തുകളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ബി.ജെ.പി. കാഴ്ചവെച്ചിരിക്കുന്നു. കാസർഗോഡ് 5 ഇടത്താണ് നിലവിൽ ബി.ജെ.പി. ഭരിക്കുന്ന പഞ്ചായത്തുകളുള്ളത്. തിരുവനന്തപുരത്തും 5 പഞ്ചായത്തുകളിൽ ബി.ജെ.പി. ഭരണം നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം, ഈ ആകെയുള്ള 30 പഞ്ചായത്തുകളിൽ 20 ഇടത്തും വനിതകളാണ് ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ, തിരുവനന്തപുരത്തെ ഈ മുതാക്കൽ, അഴൂർ, വിളപ്പിൽ, മാറനല്ലൂർ, അതിയന്നൂർ പഞ്ചായത്തുകളിൽ ബി.ജെ.പിയുടെ വനിതാ സ്ഥാനാർത്ഥികളാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വലിയ മുന്നേറ്റം കാഴ്ചവെച്ച പഞ്ചായത്തുകളാണ് അവയെല്ലാം. അതിൽ അതിയന്നൂരിൽ മാത്രം ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന ജനവിധി അട്ടിമറിക്കാൻ സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നറുക്കെടുപ്പിലേക്ക് എൽ.ഡി.എഫ് സ്വതന്ത്രനെ പിന്തുണപ്പിച്ചപ്പോൾ നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയും അവിടെ ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നറുക്കെടുപ്പിലൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ പറഞ്ഞ പഞ്ചായത്തുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അതിയന്നൂർ പഞ്ചായത്തിൽ ജി പ്രമീളയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അഴൂർ പഞ്ചായത്തിൽ കീർത്തി സൈജു, വിളപ്പിൽ പഞ്ചായത്തിൽ സൗമ്യ പി, മാറനല്ലൂർ പഞ്ചായത്തിൽ പി.എസ്. മായ, മുതാക്കലിൽ ഷൈനി വി എന്നിവരാണ് തിരുവനന്തപുരത്തെ 5 പഞ്ചായത്തുകളിലും നേതൃത്വം നൽകുന്ന 5 വനിതകൾ എന്നുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും കൊല്ലത്തും പത്തനംതിട്ടയിലാണ് 4 പഞ്ചായത്തുകളാണ് ബി.ജെ.പി. ഭരിക്കുന്നത്. അതിൽ 4 3 വനിതകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ബി.ജെ.പി. എന്നുള്ളത് വ്യക്തമായി കാണാം. മറ്റു മുന്നണികളൊക്കെ ഈ സ്ത്രീ ശാക്തീകരണവും ഒക്കെ കാര്യമായി അങ്ങനെ പറയുന്നതിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ നാരീശക്തി എന്തെന്ന് കാട്ടിക്കൊടുക്കുന്നത് ബി.ജെ.പി. ആണെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാൻ കഴിയും. അങ്ങനെ ഓരോ ജില്ലകളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കാസർഗോഡുമാണ് ഈ കൂടുതൽ വനിതകളുള്ള, അല്ലെങ്കിൽ വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഉള്ളത്. മറ്റ് ജില്ലകളിലുമുണ്ട്. ഇപ്പോൾ പാലക്കാടും കോട്ടയത്തും ഒക്കെ വിവിധ പഞ്ചായത്തുകളിലായി. ആലപ്പുഴ സൗത്തിൽ കൂടുതൽ ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അവിടെ ആലയിലും ചെന്നിത്തലയിലും ഒക്കെ, കാർത്തികപ്പള്ളിയിലും തിരുവണ്ടൂരും ബുധനൂരും പാണ്ടനാടും ഒക്കെ ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിലും വനിതകളുണ്ട്. അങ്ങനെ 20 വനിതകളുമായി ആകെ 30 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബി.ജെ.പിക്ക്. അതിൽ 20 പേരും വനിതകളെന്ന അപൂർവമായിട്ടുള്ള ഒരു നേട്ടവും ബി.ജെ.പിക്കുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്നത് തലസ്ഥാനമാണ്. തലസ്ഥാനത്തെ 5 പഞ്ചായത്തുകളിലും വനിതകൾ അധികാരത്തിലേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പലയിടത്തും ഈ പറയുന്ന വൈസ് പ്രസിഡന്റുമാരും വനിതകളാണ്. അങ്ങനെ കൂടുതൽ വനിതകൾക്ക് പ്രാദേശിക തലത്തിൽ, തദ്ദേശീയ തലത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നേട്ടം ബി.ജെ.പിക്കുണ്ട്. അപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചതിനൊപ്പം അതിൽ സ്ത്രീ പ്രാതിനിധ്യവും ഉറപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി വരുമ്പോൾ ബി.ജെ.പിയുടെ വിജയത്തിന് ഇരട്ടി മധുരമുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കാം. രോഹിണി. അതെ, ശരി പ്രജിത്ത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തന്നെയാണ് ബി.ജെ.പി. നേടിയിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തും വളരെ പ്രകടമാണ് എന്നുള്ളതാണ്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.